ഇത് വയനാട്. പ്രകൃതിയുടെ വശ്യചാരുതയാലും പഴശ്ശിരാജയുടെ പടയോട്ട ചരിത്രമുറങ്ങുന്ന മണ്ണിനാലും പ്രസിദ്ധിയാർജിച്ച നാട്. മണ്ണിനോട് മല്ലിട്ട് പ്രകൃതിയുടെ മടിത്തട്ടിൽ ജീവിക്കുന്ന കാടിന്റെ മക്കളുടെ നാട്. ആദിവാസി സമൂഹത്തിന്റെ പച്ചയായ ജീവിത സാഹചര്യങ്ങളിലേക്ക് ക്യാമറ കണ്ണുകൾ തുറന്നപ്പോൾ മനസ്സിലാക്കിയത് ഇതാണ്. കാഴ്ചയേക്കാൾ ഉൾക്കാഴ്ചയും അറിവിനേക്കാൾ തിരിച്ചറിവുമാണ് നമുക്കുണ്ടാവേണ്ടത്. ആദിവാസി സമൂഹത്തിന് നടുവിൽ അവരിൽ ഒരാളായപ്പോൾ അനുഭവിച്ച യാതനകൾ പലതാണ്. മണ്ണിനോടും മൃഗങ്ങളോടുമല്ല, തങ്ങളെ ഒറ്റപ്പെടുത്തുന്ന സമൂഹത്തോടാണ് ഇവർ പോരാടുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വയനാട്ടിലെ ഏറെ പിന്നോക്കം നിൽക്കുന്ന മൊതക്കരയിലെ വാളാരംകുന്ന് എന്ന കോളനിയിലെ ജീവിതങ്ങളിലേക്കാണ് ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ നീങ്ങുന്നത്. നമ്മുടെ അടിസ്ഥാന ആവശ്യമായ വെള്ളത്തിന് പോലും ഈ മലമുകളിലുള്ളവർ ഏറെ ദുരിതം അനുഭവിക്കുകയാണ്. വേനൽ കടുക്കുന്നതോടെ ഇത് വർദ്ധിക്കുന്നു. ആകെയുള്ള നീരുറവകളും വറ്റിപ്പോകും. പിന്നീട് ദൂരെയുള്ള ഒരു കുഴി മാത്രമാണ് ആശ്രയം. ഇവിടെ നിന്നും ഹോസ് വഴി വരുന്ന വെള്ളത്തിന് ഓരോരുത്തരും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരുന്നു. ഇവ പലപ്പോഴും പാചകത്തിന് പോലും തികയാറില്ല. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് പല വീടുകളിലും ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. വൈകുന്നേരമെങ്കിലും ഇത്തിരി വെള്ളം കിട്ടുമെന്ന പ്രതീക്ഷയിലാണവർ. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടും. പൈപ്പ് വെള്ളം എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു കുളം എന്തെങ്കിലും കുഴിച്ച് വെള്ളം സൗകര്യമാക്കി തരാണ്ട് യാതൊരു ഒഴിവില്ല. വെള്ളത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ടൈം ആകുമ്പത്തിന് മാർച്ച് ആകുമ്പത്തിന് ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല ഇവിടെ. എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഇപ്പം ചെറിയൊരു കുഴിയുണ്ട് കാട്ടിൽ. അവിടുന്ന് ഭക്ഷണം വെള്ളത്തിന് അത് എടുക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പം ഇന്ന് രാവിലെ കയറിയതാണ് വെള്ളത്തിന്. എന്നിട്ട് വെള്ളം ഓസം കൂടെ ഇതാക്കിയിട്ട് ഇപ്പോൾ 4-5 വീട്ടുകാർ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു ഓരോ വീട്ടിൽ. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ നിന്ന് പോകും, പറ്റിപ്പോവും. ഞാക്ക് ഈ കുന്നുമല്ലി വെള്ളം തന്നെ ഏടെയും കിട്ടില്ല. പിന്നെ എങ്ങനെ കിട്ടിയാൽ ചെക്കന്മാർ പോയി നോക്കും. പിന്നെ ഒരു ചെറിയൊരു കുഴി ഉണ്ടാവും. ആ കുഴിൻ്റെ അടുത്തുണ്ടാവും രസം വെള്ളം, അത് കൊണ്ടുവരും. അനധികൃത ക്വാറി ഖനനവും മരമുറിക്കലും ഇവരുടെ ജീവനാഡികൾ തകർത്തു. AC കാറിൽ മിനറൽ വാട്ടറുമായി പായുന്ന അധികാരികൾ ഇടയ്ക്ക് ദുരിത കാഴ്ചകൾ കൂടി കാണാൻ കണ്ണു തുറക്കണം. പാചകത്തിന് വെള്ളമില്ലാതെ ഒരു നേരം മാത്രം കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് ഈ മണ്ണിന്റെ അവകാശികൾ ജീവിക്കുന്നുണ്ട്. അനധികൃതമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ക്വാറികൾ കാടിനും കാടിന്റെ മക്കൾക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്നവയാണ്. ക്വാറികളിലെ പാറകൾ പൊട്ടിക്കുമ്പോൾ ഇളകുന്നത് ഈ പാവപ്പെട്ടവരുടെ കുടിലുകളുടെ അടിത്തറ മാത്രമല്ല, അവരുടെ ആവാസ വ്യവസ്ഥയുടേതും കൂടിയാണ്. അതിജീവനത്തിനായുള്ള ഇവരുടെ നിലവിളി ഉയരും തോറും അധികാരിവർഗം കണ്ണുകൾ ഇറുക്കിയടയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഇവിടെ ഏറെ പ്രസക്തമാണ്. സ്വാർത്ഥ ലാഭങ്ങൾ കൊണ്ട് സ്വന്തം കീശ വീർപ്പിക്കുന്നവർ വിസ്മരിക്കുന്നതും അവഗണിക്കുന്നതും ഒരു നേരത്തെ അന്നത്തിനായി കഷ്ടപ്പെടുന്ന ഇവരുടെ യാതന നിറഞ്ഞ ജീവിതത്തെയാണ്. കോറിപ്പം വന്നതുകൊണ്ട് ഉരുളോട്ടിൽ തുടങ്ങി പിന്നെ വെള്ളത്തിന് കുറച്ച് സാധനം തന്നെയാണ്. വീടുകൾക്കെല്ലാം വീടുകളിലും തുടങ്ങി. പിന്നെ ആ റോട്ടിലൂടെ നടന്നു പോകാൻ പറ്റാണ്ടാവുന്നുണ്ട്. വണ്ടി ഇങ്ങനെ പൊടിയും ടിപ്പറൊക്കെ പോകുന്നതുകൊണ്ട് നടക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഒഴിവായി. ഇവിടുന്ന് ആരും പോകുന്നില്ല. ഞങ്ങളൊക്കെ എതിരായിട്ടാണ്. കോറിക്ക് എതിരായിട്ട്. എന്നിട്ട് അത് അനുസരിക്കുന്നില്ല ആരും. ഞങ്ങൾ ഒരു പരാതി കൊടുത്ത്, പിന്നെ ഇതിലും പിന്നെ പരാതി ഉണ്ടായിരുന്നു. കസ്തൂരിരംഗൻ്റെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കാലം വരെ നിർത്തിവെച്ച് പിന്നും തുടങ്ങി. വെള്ളത്തിൻ്റെ തീർന്നു പോകും. വമ്പൻ കോറിയ, വലിയ കോറിയ. നടക്കാൻ പോലും പറ്റുന്നില്ല. മക്കള് ആ പൊടി കൂടാണ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് സ്കൂളിലേക്ക് പോകുന്നതും. പിന്നെ ഞങ്ങളും അവരോട് പറയുമ്പോൾ ഒരു പ്രാവശ്യം വന്ന് നനയ്ക്കും, പിന്നെ അവർ ഇതാക്കൂല, കേക്ക്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോറിൻ്റെ പറ്റിയാ പറയുന്നത്. മെഞ്ഞെന്ന് വരെ ഈ സമരം പോയി ചെയ്തു. അതിവിടെ ഇപ്പോൾ പൊട്ടില്ലാന്ന് തോന്നുന്നു. 2 ദിവസം പോയി തടച്ച് ചെയ്തത്. ഇവിടെ ചെമ്പ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഈ ചെമ്പ് വെള്ളം കുരുങ്ങും. അത്രയ്ക്കും ഇതാ. ഉണ്ട്. അതിപ്പോൾ കുറേ ദിവസമായി പൊട്ടത്തെ. ഇന്നലെ വരെ പൊട്ടിക്ക്. കുടിവെള്ളത്തിന്റെ ലഭ്യതക്കുറവ് മാത്രമല്ല, വാഹന സൗകര്യത്തിന്റെ അപര്യാപ്തത ഇവിടെ ഒരു വലിയ പ്രശ്നമാണ്.
ദൈനംദിന ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യാനും കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനും കഠിന സാഹസികത അനുഭവിക്കേണ്ടി വരുന്ന കാഴ്ചയ്ക്കാണ് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചത്. ദുഷ്കരമായ കയറ്റവും ക്വാറിയിൽ നിന്ന് നിരന്തരം ടിപ്പറുകൾ പായുന്നതും ഈ റോഡിലൂടെയുള്ള യാത്ര വളരെ ദുരിതപൂർണമാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മറ്റു വാഹനങ്ങളും ഇവിടേക്ക് അടുക്കുവാൻ മടിക്കുന്നു. ഈ പ്രശ്നത്തിന്റെ രൂക്ഷത കൂടുന്നത് പലപ്പോഴും ആശുപത്രി ആവശ്യങ്ങൾ വരുന്ന സമയങ്ങളിലാണ്. അസുഖം വന്നാൽ ഹോസ്പിറ്റൽ അങ്ങനെ പിന്നെ ഒരു കടി പോകണമെങ്കിൽ ഞങ്ങൾക്ക് മലിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിപ്പോകണം, കുറേ പോകണം. അങ്ങനെയുള്ള കാര്യം ഞങ്ങൾക്കുള്ളത്. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും കുറേ പോകണം സ്കൂളിലേക്ക്. മഴക്കാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആശുപത്രി ഇല്ല ഇവിടെ. ആശുപത്രിക്ക് ഒരു 5-6 കിലോമീറ്റർ ദൂരെ പോകേണ്ടത് വരും. അത്യാവശ്യം വരുമ്പോൾ അത് ആലമ്പന്നെയാണ്. ചിലപ്പോൾ അസുഖം വല്ലാണ്ടായി വരുമ്പോഴത്തേന് വണ്ടി വിളിച്ചാൽ കിട്ടൂല, എടുത്തുകൊണ്ട് പോകേണ്ടത് വരും. അതിനെല്ലാം കൂടെ ബുദ്ധിമുട്ടില്ലാതെ ബുദ്ധിമുട്ടാണ്. ആശുപത്രി ഇല്ല. വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രം. പിന്നെ വിറകിനും പിന്നെ മഴക്കാലമാകുമ്പോൾ കീഞ്ഞ് നടക്കാനും പിന്നെ നടക്കാൻ പറ്റൂല. ഇവിടുന്ന് തന്നെ കീഞ്ഞ് പോയാൽ ചിലപ്പോൾ ആലകണ്ടി എല്ലാം പോയാലും അവിടെ നിന്ന് തിരിച്ച് വരുന്നത് എത്ര മണിക്കാണ്? ഇവിടുന്ന് 5 മണിക്ക് പോയാൽ ചിലപ്പോൾ 9 മണിയൊക്കെ രാത്രി ഇങ്ങോട്ടേക്ക് വരുന്നത്. അതിനാൽ അവശ്യ സമയത്ത് വൈദ്യസഹായം ലഭിക്കാതെ എത്രയോ പേർ പെരുവഴിയിലാവുന്നു. ഇതിലേറെയും ഗർഭിണികളായ സ്ത്രീകളാണ്. കണ്ണീരിൽ കുതിർന്ന വേദനകളാണ് ഇത്തരം ദുരിതങ്ങളിൽ അവർ അമർത്തിപ്പിടിച്ചിരിക്കുന്നത് എന്ന വസ്തുത നാം അറിയേണ്ടതുണ്ട്. സ്വന്തമായിട്ട് വീടില്ലല്ലോ, അതല്ലേ. സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പെൻഷനും ഇല്ല, ഒന്നുമില്ല, ഇല്ല, എനിക്ക് കിട്ടുന്നില്ല. അത് ഞാൻ എഴുതി കൊടുത്തിട്ട് അത് ഓല് നോക്കുന്നില്ല. പഞ്ചായത്ത് വഴി. എന്നിട്ട് അവർ അതൊന്നും നോക്കിയില്ല. ചെല്ലുമ്പം ഒരു വീട് കിട്ടിയിട്ട് തന്നെ അവർ പറഞ്ഞ എന്താന്നാ, ആ വീട് എൻ്റെ പറ്റ തള്ളി കളഞ്ഞതാ അവർ. പിന്നെ എനിക്ക് ആ വീട് പിന്നെ പൈസ ഒക്കെ ഞാൻ ചിലവാക്കി, എനിക്കത് കിട്ടിയിട്ടുമില്ല. ആ വീട് പാസ്സായ വീടാ ഓല് തള്ളിക്കളഞ്ഞു, തള്ളിപ്പോക്കി ആ വീട്. ചോർച്ചയൊക്കെ ഉണ്ടാവും ദിവസം. പിന്നെ ഇത് ശരിക്ക് ഇതാക്കാത്ത സ്ഥലത്തല്ല കുറേശ്ശെ ചോരും. കരാറുകാർ കിട്ടിയത് തന്നെ. എന്നിട്ട് ഞാളെ എന്നെ തേച്ചിക്കില്ല, വായിൽ വെച്ചിക്കില്ല, ജനല പിടിച്ചിക്കില്ല, ഒന്നും ചെയ്തിക്കില്ല. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പൈസ തന്നെ. പഞ്ചായത്തിൽ നിന്ന് ഇപ്പം നിങ്ങൾ വരുന്നേ കാണുന്നുള്ളൂ. പഞ്ചായത്തിൽ നിന്ന് ഇവിടെ അങ്ങനത്തെ ഒരു ആദിവാസി തന്നെ ഇല്ലെന്ന് പഞ്ചായത്തിലുള്ള തീരുമാനിച്ചു. പ്രൊമോട്ടറൊക്കെ വിളിച്ച് മതിയായിക്കാം. പിന്നെ നാളെ ഓലയും വിളിക്കലില്ല. വീടൊക്കെ നമുക്ക് ഒരു കൊല്ലം. പിന്നെ നാളെ വന്നപ്പോൾ എങ്ങനെ എന്താക്കി ഒരു പുര വന്നു. അത് വന്നപ്പോൾ എന്തായി, അത് ഇതിൻ്റെ പുരയിൽ കിടന്നുറങ്ങാനാവില്ല. മൊത്തം വന്നിരുന്നില്ല. ഇതിപ്പോൾ ചോർന്നാൽ 4 പുറയും പാത്രം വെക്കണം. നടുക്ക് വേണം കുട്ടികളും മക്കളും കൂടി കിടക്കുക. ഇത് മൊത്തം ചോരുക. അത് അങ്ങോട്ടൊക്കെ പിന്നെ ചെറുതി കെട്ടിയ കിടക്കാൻ വാങ്ങിച്ചു. അല്ലാണ്ട് ഇതിൽ കിടക്കാനാവണ്ടേ. വേനൽക്കാലം മാത്രമേ ലേശമൊന്നും ഇതുണ്ടാവും. മഴക്കാലം തീരെ അടക്കാനാവില്ല. കരാറുകാർ കെട്ടുന്നത്. നമുക്ക് സ്വന്തം തരുവേ ഇല്ലല്ലോ. കക്കുത്തന്നെ നമ്മൾ സ്വന്തം പൈസക്ക് എടുത്ത് കെട്ടിയത്. കറണ്ടിന് ഓണർഷിപ്പൊക്കെ നാളെ പോയി റെഡിയാക്കി വരുമ്പോൾ പിന്നെ നമ്മളെ പാർട്ടി പറഞ്ഞു ആദ്യം റെഡിയാക്കി തരുമെന്ന്. റെഡിയാക്കി ഓണർഷിപ്പ് ഓനും മേടിച്ച് കൊണ്ട് പോയിച്ചു. ഓനെയും കാണുന്നില്ല, പിന്നെ ഓണർഷിപ്പും കിട്ടിയില്ല. എന്തെങ്കിലും നമ്മൾ തന്നെ സ്വന്തം പൈസ മുടക്കി കറണ്ട് വെപ്പിച്ച് സ്വന്തം പൈസ മുടക്കി കറണ്ട് വെപ്പിച്ച് തേപ്പ് വരെ മുമ്പ് ആകാൻ ഞാൻ തന്നെ സ്വന്തം പൈസ മുടക്കി. രാവിലെ മുതൽ ആർക്കൊക്കെയോ വേണ്ടി അധ്വാനിച്ച് കിട്ടുന്ന കൂലിയിൽ പകുതിയും മദ്യസേവയ്ക്ക് ചിലവാക്കി യുവത്വത്തിൽ തന്നെ പ്രസരിപ്പ് നഷ്ടപ്പെടുന്ന പുരുഷന്മാർ. അവർ കുടുംബങ്ങളിൽ സ്ത്രീകളെ പുലഭ്യം പറയുകയും കുട്ടികളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ദിശാബോധം നഷ്ടപ്പെട്ട ഇവർക്കിടയിൽ വളരെ ശക്തമായ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ബോധവൽക്കരണം നടത്തുവാൻ സാമൂഹ്യ സേവന സംഘടനകൾക്കും ആരോഗ്യവകുപ്പിനും ഉത്തരവാദിത്വമുണ്ട്. ഭർത്താവുണ്ട് കൂടെ? ഇപ്പോഴുണ്ട് ഭർത്താവ്. ജീവിക്കുകയെല്ലാം ചെയ്യും.
മദ്യപിക്കുമല്ലേ? പ്രശ്നം ഉണ്ടാക്കാറുണ്ട്? പ്രശ്നം എന്ന് പറഞ്ഞാൽ അടിക്കാൻ കുത്തുന്നില്ല, ഇങ്ങനെ കുടിച്ച് വന്ന ഭയങ്കര കച്ചറയാണ്. മക്കളെ പഠിക്കാനും എഴുതാനൊന്നും വിടൂല. മക്കളിങ്ങനെ പേടിച്ചോടി ഇങ്ങനെ നടക്കും. എത്ര വയസ്സിൽ കല്യാണം കഴിഞ്ഞു? 18. 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു അല്ലേ? 4 കുടുംബം ഇവിടെ ഒരു വീട്ടിൽ താമസിക്കുന്നത്. അത് പിന്നെ എൻ്റെ അച്ഛനെ പിന്നെ കുടിച്ച് വന്നിട്ട് ഇവിടെ ഭയങ്കര ഇടങ്ങാറ്. പിന്നെ ചീത്ത പറിച്ചിലും ബാക്കേട് പറിച്ചിലും. കുട്ടികളല്ലേ സ്കൂളിൽ പോകുമ്പോൾ ഇവിടെ കുട്ടികൾക്ക് പിന്നെ മുതക്കര സ്കൂളിൽ പോകണം. അതിന് ഇപ്പം പിന്നെ കുറച്ചെല്ലാം കുട്ടികൾക്ക് പിന്നെ ജീപ്പെല്ലാം ഉള്ള കൊണ്ട് ഇടങ്ങാറില്ല. എത്ര നാളല്ലേ ഭയങ്കര ഇടങ്ങാറ്, കുട്ടികൾക്ക് സ്കൂളിൽ പോകാനില്ല. പിന്നെ ഇവിടുത്തെ പിന്നെ മൂപ്പന് പണിക്ക് പോയിട്ടും പിന്നെ വെള്ളമടിച്ച് വന്നിട്ട് ഇവിടെ ചോറും കൂട്ടാനൊന്നും വെച്ചാൽ കുടിക്കാൻ പിന്നെ വിടൂല. പിന്നെ കുട്ടികൾ ഇങ്ങനെ ഓടി നടക്കില്ല വീട്ടും. അങ്ങനെയല്ല ഇവരെ കൈകാര്യം ചെയ്യുന്നത്. 4 കുടുംബം എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ആൾക്കാരുണ്ടാവും? 10-30 കുടുംബം ഉണ്ടാവും തോന്നുന്നു. പണിക്കായിട്ട് പൈസ കിട്ടും? പൈസ എല്ലാം കിട്ടും. പിന്നെ പൈസ കിട്ടുന്നത് ഇങ്ങനെയല്ല വെള്ളം അടിച്ച് പോക്കുന്നത്. ഇങ്ങനെ കുടിച്ച് തീർക്കും. ഉപദ്രവിക്കോ? അടിക്കാനും കുത്തലെല്ലാം ഉണ്ടേനു സാധന. കുറേയൊക്കെ ഈ ശീലം മാറിയാൽ അവർക്കിടയ്ക്ക് ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ നേർവഴിയിലേക്ക് നയിക്കാനാവും. അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസം നൽകി പ്രോത്സാഹിപ്പിക്കാൻ ഈ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും കടപ്പാടുണ്ട്.